ക്യാപ്റ്റൻ മില്ലർ എജ്ജാതി പടം എന്ന് പറഞ്ഞാൽ എജ്ജാതി പടൻ്റെ പോനെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരുപാട് തവണ തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ ഞങ്ങൾ റൊമാൻറ്റിഫൈഡായി. ഈ അടുത്തൊന്നും അങ്ങനെ അധികം റൊമാൻറ്റിഫൈഡ് ആയിട്ടില്ല. ഒരു സിനിമ കാണുമ്പോൾ ഒരു സീൻ 2 സീൻ ഒക്കെ നമുക്ക് റൊമാൻറ്റിഫൈഡ് ആവും. ഇത് റൊമാൻറ്റിഫൈഡ് അതിന് കണക്കില്ല. അത്രയ്ക്കും ഒരു പീക്ക് ലെവലിലേക്ക് സിനിമ കൊണ്ട് എത്തിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഒരു ഇമോഷണൽ ഹൈനെ. ഗംഭീര സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണാതെ ആദ്യമേ ഞാൻ പറഞ്ഞോളുന്നു. അരുൺ മാത്തേശ്വരൻ്റെ സംവിധാനത്തിൽ ധനുഷ്, ശിവരാജ് കുമാർ, സുന്ദീപ് കൃഷ്ണൻ, പ്രിയങ്ക അരുൺ മോഹനൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണിത്. അരുൺ മാത്തേശ്വരൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായ നിരുതി സുട്ര്, റോക്കി, സാനി കായതം തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ വളരെ നല്ല സിനിമകളായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയായിരുന്നു ഈ ഒരു സിനിമയെ സമീപിച്ചത്. എന്നാൽ ആ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്കുള്ളൊരു ബെഞ്ച് മാർക്കായിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. സോ സിനിമയുടെ ഒരു പ്ലോട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് ഇര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കായിട്ട് ഒരു അമ്പലത്തിനെ പറ്റിയിട്ടും അതിന് ഐതിഹ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും എന്താണ് സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതൊക്കെ വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുന്നതുകൊണ്ട് പറയുന്നില്ല. കഥയും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി സ്ക്രീൻ പ്ലേ ആയിട്ടുണ്ട്. വെറുതെ ഒരു ആക്ഷൻ സിനിമയായിട്ട് ഒന്നും ഞാൻ ക്യാപ്റ്റൻ മില്ലറിനെ വിശേഷിപ്പിക്കുന്നില്ല. കാരണം അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ രസകരമായിട്ട് തന്നെ ഫാസ്റ്റ് പേസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കിഡിലനായിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ധനുഷിൻ്റെ നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചെയ്തു വെച്ച റോള് കിഡിലനായിട്ടുണ്ട്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ മില്ലർ ഉണ്ടായിരിക്കുന്നുള്ളൊരു യാതൊരുവിധ സംശയമില്ല. ആ ഒരു ക്യാരക്ടർ ഭയങ്കര ആക്ഷൻ സീക്വൻസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിൻ്റെ റേജ്, റിവെഞ്ച്, ഇമോഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ആ കണ്ണുകളിലൂടെയുള്ള ചില സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കിഡിലനായിട്ടുണ്ട്. ഓൾസോ ശിവരാജ് കുമാർ, സുന്ദീപ് കൃഷ്ണൻ, പ്രിയങ്ക അരുൺ മോഹൻ ഇവരുടെ വേഷങ്ങളൊക്കെ കിഡിലൻ. അവർ ചെയ്തിരിക്കുന്ന റോളുകളും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി ഇമോഷൻസ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ലാസ്റ്റിൽ പ്രിയങ്ക അരുൺ മോഹനൊക്കെ ഒരു ഗൺ ഫയർ ചെയ്തതിന് ശേഷമുള്ള കുറച്ച് ഷോട്ടിലൊക്കെ ഉള്ള കണ്ണൊക്കെ ഇങ്ങനെ ആ കണ്ണുമ്പോൾ ഒരു തിളക്കൊക്കെ ഉള്ള പോലെ തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചില ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരവരുടെ റോളുകൾ കിഡിലാനായിട്ടുണ്ട്. എനിക്ക് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എൻ്റെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നത് തീർച്ചയായിട്ടും 3 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒന്ന് സിനിമോഗ്രാഫി, രണ്ടാമത് എഡിറ്റിങ്, മൂന്നാമത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇൻ്റർവെൽ പഞ്ചിൽ വരുന്നൊരു സീനുണ്ട്. ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഈ ഫെൽ ലൈക്ക് ദിസ് വാസ് ദി ക്ലൈമാക്സ് ഓഫ് ദി മൂവി. ഇത് കഴിഞ്ഞു, ഈ പടം കഴിഞ്ഞു എന്നുള്ളൊരു ഫീല് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് സീക്വൻസ് കണ്ട പോലെയാണ് ഇൻ്റർവെൽ പഞ്ച് കൊണ്ടെത്തിച്ചത്. ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇവർ ഇത് എക്സിക്യൂട്ട് ചെയ്തു. അത്രയും കുറച്ച് ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഒരു 2 അല്ലെങ്കിൽ 5 മിനിറ്റ്സിലൊന്നും ഉൾപ്പെടുന്നൊരു സംഭവം ആയിരുന്നില്ല. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ഇൻ്റർവെൽ പഞ്ചായിരുന്നു അത്. ഒരുപാട് ക്യാമറ ആംഗിൾസ് എന്നുള്ള പല പല സീനുകൾ അത് ഭംഗിയിലെടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ബെറ്റർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം സിനിമോഗ്രാഫി മോശമായി കഴിഞ്ഞാൽ പോയി. സിനിമോഗ്രാഫി നന്നായിട്ട് എഡിറ്റിംഗ് മോശമായി കഴിഞ്ഞാൽ അവിടെയും പോയി. ഇതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നാവണം. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും ഈക്വലായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് വിഷ്വൽസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അത് ബെസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ GV പ്രകാശ് കുമാറാണ്. വേറെ റേഞ്ചാണ്. എൻ്റെ പൊന്നു ചില മ്യൂസിക്കിൻ്റെ ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നെക്സ്റ്റ് സീനിലോട്ട് പോകുന്ന സീനിൽ മുമ്പായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ എന്തത് എന്ന് തോന്നും. പിന്നെ ആ സീനിലേക്ക് കിട്ടുമ്പോൾ പെർഫെക്റ്റ് സിങ്ക് ആയിട്ടുള്ള രീതിയിലാണ് പല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കിഡിലനായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രതീക്ഷ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. GVP ആയതുകൊണ്ട് തന്നെ കിഡിലൻ മ്യൂസിക് ആയിരിക്കും എന്നുള്ളത് ഒരു തരത്തിലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്കാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾസോ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത് സിദ്ധാർത്ഥ് ഉണ്ണിയാണ്. അതും കിഡിലനായിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നകുരൻ രാമചന്ദ്രനാണ്. അതും കിഡിലൻ. 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു സീനുകളുടെ ഇമ്പാക്റ്റൊക്കെ. എസ്പെഷ്യലി ആ ഒരു ഇൻ്റർവെൽ പഞ്ച് സീനിൽ ലാസ്റ്റിൽ ധനുഷിനെ കാണിക്കുന്ന ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഈ സൂപ്പർമാനൊക്കെ എയറിലൂടെ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അതേപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കൊരു ഇൻ്റർവെൽ പഞ്ച് ഇൻ്റർവേള എന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഞാൻ കൈ നോക്കിപ്പോയിട്ട് നിറച്ച് രോമം അങ്ങനെ ഏറ്റിക്കണം. അത്രയും ഗൂസ് ബംസാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവെൽ പഞ്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് രോമാഞ്ചത്തിൻ്റെ വിളയാട്ടാണ്. ആ ഒരു തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇൻ്റർവെൽ സീൻ ഇത്രയും പഞ്ചിൽ കൊണ്ടെത്തിച്ചു. ഇതൊക്കെ മേലെ എങ്ങനെയാണ് ഈ സിനിമ സെറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പലപ്പോഴും പല സിനിമകൾ കാണുമ്പോൾ ഇൻ്റർവെൽ വളരെയധികം ഒരു ഹൈ തരുമ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് ഇതിന് മറികടക്കാൻ പറ്റുന്ന എന്തായിരിക്കും ഇവർ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിന് മുമ്പുള്ള പ്രീ ക്ലൈമാക്സ് വരെ ഇൻ്റർവെൽ പഞ്ചിനേക്കാളും മേലെ നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. അതുക്കും മേലെയായിട്ടാണ് ക്ലൈമാക്സ് സെറ്റ് ചെയ്ത് വെച്ചത്.
ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന തരത്തിൽ, ചുമ്മാ ഒരു ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളൊന്നും അല്ലാതെ ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്തുകൊണ്ടുള്ളൊരു പ്രീ ക്ലൈമാക്സ് സീനും ക്ലൈമാക്സ് സീനും വെച്ചിട്ടുണ്ട്. കിട്ടില്ലനായിട്ടുണ്ട്. ഇതിൽ കുറേ എക്സ്പ്ലോഷൻ സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിത് ലൂസിഫർ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള എക്സ്പ്ലോഷൻ സീൻസ്, ലൈക്ക് പൃഥ്വിരാജിൻ്റെ ടീം വന്നിട്ട് കണ്ടെയ്നറുകൾ എക്സ്പ്ലോഷൻ ചെയ്യുന്ന സീൻസ് നമുക്ക് കാണുമ്പോൾ അത് റിയൽ ആയിട്ടുള്ള എക്സ്പ്ലോഷനാണ്. അതിനേക്കാളും ഒരു 5 ഇരട്ടി വലുപ്പമുള്ള ഒരു എക്സ്പ്ലോഷൻ സീൻസുകൾ ഇതിൽ വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ വലിയൊരു സ്ക്രീനിൽ എക്സ്പ്ലോഷൻ കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നു ഇതെന്തത് എന്നുള്ള രീതിയിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഈ എക്സ്പ്ലോഷൻ സീൻസ് എസ്പെഷ്യലി ട്രക്കുകൾ, കാറുകളൊക്കെ എക്സ്പ്ലോഷൻഡ് ആവുന്ന സീൻ അല്ലെങ്കിൽ അതിൽ വേസ്റ്റ് ഔട്ട് ആവുന്ന സീനുകളിലൊക്കെ ആ കാറിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു, അവരെവിടേക്കൊക്കെ തെറിച്ച് വീഴുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നോർമലി ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഇതേപോലുള്ള എക്സ്പ്ലോഷൻ സീൻസുകൾ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് സ്റ്റാറ്റസുമ മറിയുന്നു, ജീപ്പ് മറിയുന്നു, കാറ് മറിയുന്നതിന് അപ്പുറത്തേക്കായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ അധികം ആരും അത്രയധികം ഡീറ്റെയിലിംഗ് കൊടുക്കാറില്ല, വളരെ ചുരുക്കം പേര് കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ അതിനുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് അവർ പ്രോപ്പറായിട്ട് ഇങ്ങനെ തെറിച്ചു പോകുന്ന സീൻസ് കാര്യങ്ങൾ കറക്റ്റ് ക്ലിയർലി വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തോന്നിയ ആ ഒരു കാര്യത്തിന് വരെ ഒരു വണ്ടി ഓടിക്കുന്നൊരു ഡ്രൈവർ ആൾ എക്സ്പ്ലോസീവ് ആകുമ്പോൾ തെറിച്ചു പോകുന്ന ആ ഒരു ഷോട്ട് വരെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് മൈന്യൂട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടലാനായിട്ട് തോന്നി. ആ ഒരു കാര്യത്തിലൊക്കെ അരുൺ മാത്തേശ്വരൻ്റെ ഡീറ്റെയിലിങ്ങിന് ഹാറ്റ്സ് ഓഫ്. കാരണം കിട്ടില്ലനായിട്ട് തന്നെ, ഈവൻ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിന് എഫേർട്ട് എടുത്ത് ചെയ്തതൊക്കെ കിടലാനായിട്ട് വന്നിട്ട്. ഓൾസോ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരിക്കുന്നവരുടെ വെപ്പൺസുകൾ, വെഹിക്കിൾസൊക്കെ സൂപ്പർബായിട്ടുണ്ട്. ഒരു അമ്പലം കാണിക്കുന്നുണ്ട്, ലൈക്ക് ഒരു മധുര ടെമ്പിൾ പോലത്തെ അമ്പലം. ആ അമ്പലത്തിൻ്റെ സെറ്റ്സ് കാര്യങ്ങൾ കിടലാനായിട്ടുണ്ട്. അതിൽ മോളിൽ നിന്നൊക്കെയുള്ള ചില 1-2 ഷോട്ട്സ് കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒക്കെ തോന്നി ആക്ച്വലി ഇത്രയും ആയിട്ടുള്ളൊരു സെറ്റ് അവർ ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഒരു വർക്ക് ചെയ്തതെന്ന് മനസ്സിലായി. കാരണം ചുമ്മാ ഒരു അമ്പലം ബാക്കിൽ നിന്ന് കാണിച്ച് താഴത്തെ ഭാഗം മാത്രം ഷൂട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മുകളിൽ നിന്നുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ തോന്നി സംതിങ് അവർ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇതിൽ ഈച്ച് ആൻഡ് എവറി സീൻസ് അവർ ചുമ്മാ ചെയ്തതല്ല, വളരെയധികം ഹോംവർക്ക് ചെയ്ത് വളരെയധികം എഫേർട്ട് എടുത്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെഗറ്റീവ്സ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻട്രവൽ പഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം ഫയർ ചെയ്യുന്ന സീൻ കാണിക്കുന്നതിൽ ഒരു വെടി പോലും ധനുഷിന് കൊള്ളുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് അത്ര അധികം അത് ഫീൽ ചെയ്യില്ല. കാരണം നമുക്കൊരു മേക്ക് ബിലീവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കാം, അല്ലെങ്കിൽ ഈ സിനിമയിൽ വെടിവെക്കുമ്പോൾ ധനുഷിനെ കൊള്ളാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ സൂപ്പർബായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേവലം ഒരു പ്രീ ഇൻഡിപെൻഡൻസ് ഏരിയയിലുള്ള ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമിനേക്ക് അപ്പുറത്തേക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമോഷണലി കണക്റ്റ് ആവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്താണ് എന്നതൊക്കെ വേറൊരു പേഴ്സ്പെക്റ്റീവ്. പ്രീ ഇൻഡിപെൻഡൻസ് ഏരിയയിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എല്ലാ ആൾക്കാരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു എന്നുള്ളത് സംഭവങ്ങളൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വേറൊരു കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇതൊരു ട്രയോളജി ഫിലിമാണെന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. മേ ബി എൻ്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ ഉണ്ടായിരിക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും നല്ലൊരു ഡോൾബി അറ്റ്മോസ് ഉള്ള 4K റെസൊല്യൂഷനുള്ള തിയേറ്ററിൽ പോയിട്ട് കാണാം. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെ ക്യാപ്റ്റൻ മില്ലർ ഉഷാറാണ്. 2024 ആദ്യത്തെ തമിഴ് സിനിമയാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. ഗംഭീര തുടക്കമാണ് മലയാളത്തിലും തമിഴിലും സമ്മാനിച്ചിരിക്കുന്നത്. സോ ഈ ഫിലിം നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.